നമസ്കാരം. നമ്മുടെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷക മൂല്യത്തെയും ഗുണമേന്മയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നത് ഉറപ്പുവരുത്തുന്നത് എളുപ്പമല്ല. തിരക്ക് പിടിച്ച ജീവിതമാണ്. പാക്കറ്റുകളിൽ വിപണിയിൽ കിട്ടുന്ന ഉടൻ കഴിക്കാനാവുന്നതും പെട്ടെന്ന് ചൂടാക്കി കഴിക്കാനാവുന്നതുമായ ബ്രാൻഡഡ് സൗകര്യ പാചക കൂട്ടുകൾ ആണ് സൗകര്യപ്രദം. കൂടാതെ പലതരം പൊടികൾ, ബേക്കറി സാധനങ്ങൾ, ആരോഗ്യ പാനീയങ്ങൾ എന്നിങ്ങനെ ഭക്ഷ്യ വ്യവസായ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്നാൽ ഇങ്ങനെ കിട്ടുന്നവയുടെ ഗുണനിലവാരം, ശുദ്ധത ഇവയെക്കുറിച്ച് ഉപഭോക്താക്കൾ എത്രമാത്രം അറിവുള്ളവരാണ്? അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. തമിഴ്നാട് സ്വദേശികൾ ഇരുചക്ര വാഹനത്തിലെത്തിച്ച് കുറഞ്ഞ വിലയിൽ വിറ്റ താറാവ് മുട്ട വാങ്ങിയവർ വഞ്ചിതരായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വാങ്ങിയ മുട്ടകളെല്ലാം ഉപയോഗശൂന്യമായിരുന്നെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം കണിയാമ്പാറ്റ, മില്ലമുക്ക് പ്രദേശങ്ങളിൽ മുട്ട ചൂടാക്കിയപ്പോൾ പ്ലാസ്റ്റിക്കിനും റബ്ബറിനും സമാനമായ രീതിയിലുള്ള വസ്തുവാണ് ലഭിച്ചതെന്ന് മുട്ട വാങ്ങിയവർ പറയുന്നു. 100 രൂപയ്ക്ക് 11 താറാവ് മുട്ടകളാണ് ഇവർ വിറ്റത്. വില കുറവ് കണ്ട് പ്രദേശത്തെ ഒട്ടേറെ പേർ മുട്ടകൾ വാങ്ങിയിരുന്നു. വീട്ടിലെത്തിയ ശേഷം പൊട്ടിച്ചപ്പോഴാണ് മുട്ടയ്ക്കുള്ളിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. മുട്ടയുടെ മഞ്ഞക്കരുവിന് പകരം മഞ്ഞ നിറത്തോട് സാമ്യമുള്ള കൊഴുത്ത ദ്രാവകമാണ് കണ്ടത്. സമയം കഴിയുന്തോറും ദ്രാവകത്തിന്റെ നിറം മാറിക്കൊണ്ടിരുന്നു. ചിലത് പൊട്ടിച്ചപ്പോൾ ജെല്ലി രൂപത്തിലും കാണപ്പെട്ടു. മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയാലും നിലത്ത് വീണാലും പെട്ടെന്ന് പൊട്ടുന്നില്ലെന്ന് മുട്ട വാങ്ങിയവർ പറയുന്നു. ചിലർ പുഴുങ്ങിയ ശേഷം തോട് പൊട്ടിച്ചപ്പോൾ ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള റബ്ബർ പന്തിന് സമാനമായ വസ്തുവാണ് ലഭിച്ചത്. ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകാനും പരിശോധന നടത്താനുമായി മുട്ടകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ നിന്ന് ആശിച്ചു വാങ്ങിയ പരിപ്പ് വട വാങ്ങിച്ച ആൾക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. പരിപ്പ് വടയുടെ പാതി കഴിച്ചതും ചെറിയ രുചി വ്യത്യാസം തിരിച്ചറിഞ്ഞു. പിന്നാലെ പലഹാരത്തിനുള്ളിലെ മനം മടുക്കും കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. തൃശ്ശൂരിലാണ് സംഭവം നടന്നത്. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിൽ നിന്നാണ് തേരട്ടയെ കണ്ടെത്തിയത്. പിന്നാലെ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് കട അടപ്പിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഈസ്റ്റ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിലാണ് ചത്ത നിലയിൽ തേരട്ടയെ കണ്ടെത്തിയത്. പുതുക്കാട് കേരള ബാങ്കിലെ ജീവനക്കാർ വാങ്ങിയ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിപ്പ് വടയിലായിരുന്നു തേരട്ടയെ കണ്ടെത്തിയത്. പാതി കഴിച്ചപ്പോഴായിരുന്നു പരിപ്പ് വടയുടെ മാവിനകത്തായി തേരട്ടയെ കണ്ടത്. ഉടൻ തന്നെ ബാങ്ക് ജീവനക്കാർ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 4 പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഹെൽത്ത് കാർഡ് ഉള്ളതെന്നും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന കടയിൽ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീത പ്രിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുക്കുകയും ചെയ്തു.